ശ്രീജിത്ത് പണിക്കർ, നടപടി ഉണ്ടാകുമെന്ന് ധനമന്ത്രി പറയുന്നുണ്ട്. എന്ത് നടപടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുവാനുള്ള ശുപാർശയും നൽകിയിട്ടുണ്ട്. ഇത് 4-5 വർഷം മുൻപ് തന്നെ സർക്കാർ അറിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ ഈ സേവന സോഫ്റ്റ്വെയറും അതുപോലെ സ്പാർക്ക് സോഫ്റ്റ്വെയറും താരതമ്യപ്പെടുത്തി നോക്കിയപ്പോൾ അവിടെ ഈ 1458 പേരുടെ ഈ ക്രമക്കേട് കണ്ടെത്തി. അതിപ്പോൾ വലിയ വാർത്തയാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് പുതുമയുള്ളൊരു കാര്യമല്ല. ഇത് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ള കാര്യവും നേരത്തെ അറിവുള്ള കാര്യവുമാണ്. അന്നും പറഞ്ഞത് തന്നെയാണ് നടപടി ഉണ്ടാകുമെന്ന്. ഒന്നും ഉണ്ടായില്ല. ശ്രീ മഞ്ജുഷ്, ഇതില് പലപ്പോഴും ആൾക്കാർ വിരൽ ചൂണ്ടുന്നത് ഈ വ്യാജമായിട്ട് രേഖകൾ കൊടുത്തതിന് ശേഷം ഇങ്ങനെ അനധികൃതമായി പെൻഷൻ സമ്പാദിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ പെൻഷനേഴ്സ് ആയിട്ടുള്ള സർവീസ് പെൻഷനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടുന്ന ഒത്താശ ചെയ്ത് കൊടുത്തിരിക്കുന്ന മറ്റേ ഉദ്യോഗസ്ഥരെയൊക്കെ മാത്രം അവർക്ക് നേരെ മാത്രമാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷെ അത് മാത്രമല്ല അവിടെ ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. സർക്കാരാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടുപ്രതി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വളരെ കൃത്യമായിട്ട് ഇത് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ CAG ആണ് ആദ്യമായിട്ട് ഈ കാര്യം പുറത്തു കൊണ്ടുവരുന്നത്. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നില്ല. C&AGയുടെ വാർഷിക ഓഡിറ്റിന്റെ ഭാഗമായിട്ട് അവരിതിനെ കണ്ടെത്തുന്നു. 2020 മുതൽ ഇങ്ങോട്ട് ഇത് കൃത്യമായിട്ട് ഓരോ വർഷവുമുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിൾ ഉൾപ്പെടെ C&AGയുടെ റിപ്പോർട്ടിലുണ്ട്. അതിൽ തന്നെ ഇങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവണത അത് പല ഘട്ടങ്ങളിലായി പല രീതികളിലായി നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് പോലെ സർവീസ് പെൻഷനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ മാത്രമല്ല ഇത് വാങ്ങുന്നത്. ഭർത്താവ് ജീവിച്ചിരിക്കെ ലീഗലി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ വിധവാ പെൻഷൻ വാങ്ങുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഒരാൾ തന്നെ ഒന്നിലധികം പെൻഷൻ വാങ്ങുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർ പെൻഷൻ വാങ്ങുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ട്, അതായത് ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യ പെൻഷൻ സർക്കാർ കൊടുക്കുന്നതിനേക്കാൾ കൂടിയ നിരക്കിൽ വരെ കൈപ്പറ്റുന്നതായിട്ട് ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി സർക്കാരിന് മേൽ ചില ഉത്തരവാദിത്തങ്ങൾ, ചില ഗൈഡ് ലൈൻസ് ഒക്കെ തന്നെ C&AG പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ വർഷവും ഈ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരുടെ പെൻഷൻ അർഹത പരിശോധിക്കണം. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വെരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. നിലവിൽ അങ്ങനെ ഒരു സംവിധാനമില്ല. കുറച്ച് വെരിഫൈങ് ഓഫീസേഴ്സ് ഉണ്ട്. ഫ്രഷ് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് നോക്കുന്നു. ആ ഫ്രഷ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ പോലും അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി പോലും അവർ പരിശോധിക്കുന്നില്ല. അപ്പൊ അത് ഇവിടെ ചെയ്യുന്നില്ല. റിമൈൻഡ് ചെയ്തതിന് ശേഷവും അത് ചെയ്യുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരുടെ അക്കൗണ്ടുകൾ നിർബന്ധമായിട്ടും ആധാറുമായി ബന്ധിപ്പിക്കണം. അപ്പോൾ ആ ട്രാൻസാക്ഷൻസ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. അവർക്ക് മറ്റെന്തെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ പറ്റും എന്ന് പറഞ്ഞു. അത് എത്രത്തോളം നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ അറിയില്ല. മൂന്നാമത്, C&AG പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും തന്നെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടെത്തലുണ്ടായിരുന്നു. ഒപ്പം ഈ പെൻഷൻ തുക ഡിസ്ബേഴ്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ റിക്കൺസിലിയേഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും നൽകാത്ത പെൻഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ അൺഡിസ്ബേഴ്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് അത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടോ കൃത്രിമത്വം കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടോ ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സർവീസിലിരിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഒത്താശ ചെയ്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും പണം നൽകേണ്ടതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. അതുപോലും ഉണ്ടായിട്ടില്ല. ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ പറഞ്ഞ കാര്യം താങ്കൾ അത് സൂചിപ്പിക്കുകയുണ്ടായി. ഒരു തവണ ഈ പട്ടികയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആ പട്ടികയിൽ തുടരുവാൻ അവർക്ക് അർഹതയുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയാണല്ലോ വീണ്ടും ഒരു വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് നടക്കുന്നില്ല. അതാണ് സർക്കാർ ജീവനക്കാർ ഉൾപ്പെട്ട കാര്യമല്ല ഞാൻ പറഞ്ഞത്. മറ്റുള്ളവർ, ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവർ, അത് കാർ ഉള്ളവർ, അതുപോലെ തന്നെ 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിപ്പമുള്ള വീടുകൾ ഉള്ളവർ, ഇതൊക്കെ ഉള്ള ആളുകളും ആ പട്ടികയിൽ തുടരുന്നതിനെ കുറിച്ചാണ്. അത് ആരുടെ വീഴ്ചയാണ്? അത് സർക്കാരിന്റെ വീഴ്ചയല്ലേ? ജയചന്ദ്രൻ കല്ലിങ്കലിന് അത് സമ്മതിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ ശ്രീജിത്ത് പണിക്കർ, അത് സർക്കാരിന്റെ വീഴ്ച തന്നെയല്ലേ? സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു പൈസ പോലും പോകുന്നുണ്ടെങ്കിൽ ആ വീഴ്ചയുടെ ഉത്തരവാദി സർക്കാരല്ലാതെ മറ്റാരാണ്? നിശ്ചയമായും അത് സർക്കാരിന്റെ വീഴ്ചയാണ്. അത് ഞാൻ പറയുന്നതിന് കാരണം, നമ്മളിവിടെ ഫൈനാൻഷ്യൽ എക്സസ് ഉള്ള ഒരു സംസ്ഥാനമല്ല, വളരെ സർപ്ലസ് ധനാവസ്ഥയുള്ള ഒരു സർക്കാരല്ല. നമുക്കറിയാവുന്നതുപോലെ പലപ്പോഴും കടമെടുത്തിട്ട്, പലിശയ്ക്ക് കടമെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്ഷേമ പെൻഷനുകളൊക്കെ തന്നെ നൽകുന്നത്. അതും എല്ലാ മാസവും കൃത്യമായിട്ട് പലപ്പോഴും കൊടുക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ കടമെടുക്കുന്നു, അത് ഏത് എന്ന് നോക്കി എത്ര ഗഡുവാണോ കുടിശ്ശികയായിട്ടിരിക്കുന്നത് അതിലൊരു ഘട്ടം കൊടുക്കുക എന്ന രീതിയിലത്തേക്കൊക്കെയാണ് പലപ്പോഴും നമ്മൾ ചെയ്തു വരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ പല ആൾക്കാരും പറഞ്ഞതുപോലെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടുമായിരുന്നു എന്നല്ല, അവർക്കത് അർഹതപ്പെട്ട പൈസയാണ്. പക്ഷെ സർക്കാർ പിച്ചച്ചട്ടിയുമായിട്ട് പോയിട്ട് അവിടെ നിന്ന് പുറത്തു നിന്ന് കടം വാങ്ങി കൊണ്ടുവന്നിരിക്കുന്ന പണമാണ്. ആ പണമാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ അനാവശ്യമായിട്ടുള്ള ലീക്കേജ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തടയുക എന്ന് പറയുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം അത് തടയുക എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന വെരിഫൈങ് ഓഫീസർമാരുടെ ഉത്തരവാദിത്തമല്ല, വില്ലേജ് ഓഫീസറുടെ ഉത്തരവാദിത്തമല്ല, വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമല്ല.
പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരുടെ ഉത്തരവാദിത്തമല്ല. ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ പണം കൊണ്ടുവന്നിട്ട് അത് ആരാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാകണം. അതായത് കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വന്നതിന് ശേഷം ഈ ആൾക്കാരുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ID നമ്പറോ ഇവരുടെ ആപ്ലിക്കേഷനുമായിട്ട് ലിങ്ക് ചെയ്യാൻ പോലും സാധിച്ചാൽ ഇവർ മുൻപ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം, 2021 C&AG ഓഡിറ്റിനകത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 5 ആൾക്കാർ, നിലവിൽ പെൻഷൻ വാങ്ങുന്ന ആൾക്കാർ വീണ്ടും പുതുതായിട്ട് പെൻഷൻ അപേക്ഷിച്ചു. നമുക്കറിയാമല്ലോ അത് ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ അവരത് അപേക്ഷിച്ചു. അത് അപേക്ഷിക്കുന്ന സമയത്ത് വെരിഫയിങ് ഓഫീസർമാർ ഫീൽഡിൽ പോയി പരിശോധിച്ചതിന് ശേഷം ഇവരുടെ പെൻഷൻ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുകയാണ്. നമ്മൾ സാധാരണ വിചാരിക്കുന്നത് എന്താണ്, അവർ ഓൾറെഡി പെൻഷൻ വാങ്ങുന്ന ആൾക്കാരാണ് എന്നതുകൊണ്ട് ഇത് റിജക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു ഇൻഫർമേഷൻ അവർക്ക് ഉണ്ടായിരുന്നില്ല. അവരിത് റിജക്ട് ചെയ്യുന്നതിന്റെ കാരണം ഇവർക്ക് മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥയുണ്ട് എന്നും 1000 cc മുകളിലുള്ള വാഹനം ഇവർക്കുണ്ട് എന്ന് കണ്ടെത്തിയത് കൊണ്ട് ഈ 5 ആൾക്കാർക്ക് ഇത് രണ്ടാമത് കൊടുക്കേണ്ട, അതായത് അവരുടെ പുതിയ ആപ്ലിക്കേഷനിൽ കൊടുക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു. നേരെ മറിച്ച് അവർക്കൊരു 1500 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് അല്ലെങ്കിൽ 1000 cc താഴെയുള്ള ഒരു വാഹനമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് എങ്കിൽ 2 പെൻഷൻ കിട്ടുമായിരുന്നു. അങ്ങനെയുള്ള 2 പെൻഷൻ കിട്ടിയിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് C&AG തന്നെ ഓഡിറ്റിൽ പറയുന്നത് ഒരാൾക്ക് തന്നെ നിലവിൽ 1-ലധികം പെൻഷൻ കിട്ടിയിരിക്കുന്നു. ശരിയാണ്. അത് മാത്രമല്ല, ഈ 62 ലക്ഷത്തിന്റെ കണക്കൊക്കെ ഊതി വീർപ്പിച്ചതാണെന്ന് വ്യക്തമാവുകയില്ലേ? 62 ലക്ഷം പേർക്ക് ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട് ഓരോ മാസവും എന്നൊക്കെ പറഞ്ഞ് സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് പറയുമ്പോൾ കണക്കുകൾ നോക്കുമ്പോൾ അതിലേക്കൊന്നും എത്തുന്നില്ല. അതിനിടയ്ക്കാണ് ഈ അനർഹർ അവിടെ ഇടം പിടിക്കുന്നത്. ഇതിൽ പറയപ്പെടുന്ന ഒരു കണക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഏതാണ്ട് 42 ലക്ഷം ബെനിഫിഷ്യറീസ് ആയിരുന്നുവെന്നും അത് ഇപ്പോൾ 62 ലക്ഷമായി എന്നുമാണ്. അതിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ചില കാര്യങ്ങൾ നമുക്ക് എളുപ്പം വെരിഫൈ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഇത് ബ്ലോട്ടഡ് ഫിഗേഴ്സ് ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് വലിയ വ്യത്യാസമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പക്ഷേ അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. കാരണം ഇതിൽ ചില പെൻഷനുകൾ, ഉദാഹരണത്തിന് വിവാഹം കഴിച്ചിട്ടില്ലാത്ത സ്ത്രീകൾക്കുള്ള പെൻഷൻ എന്ന് പറയുന്നത് 50 വയസ്സിന് മുകളിലുള്ളതാണ്. അതേപോലെ തന്നെ വാർദ്ധക്യകാല പെൻഷൻ എന്നൊക്കെ പറയുന്നതിനും അങ്ങനെയുള്ള പല പെൻഷനുകൾക്കും 60 വയസ്സിന് മുകളിൽ എന്നുള്ള ഒരു കണ്ടീഷനുണ്ട്. പക്ഷേ ഏജ് ലിമിറ്റ് ഇല്ലാത്ത പെൻഷനുകളുമുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്ന പെൻഷനുകൾ, അതേപോലെ വിധവാ പെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഏജ് ലിമിറ്റ് ഇല്ല. അപ്പൊ മുമ്പ് കിട്ടാതിരുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടോ, അതിന്റെ ഒരു കൃത്യമായ രീതിയിലേക്കുള്ള പരിശോധന നടന്നിട്ട് അർഹരായവർക്ക് തന്നെയാണോ അത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നിശ്ചയമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം ബ്ലോട്ടഡ് ഫിഗേഴ്സ് ആണ്. പിന്നെ ശ്രീ മഞ്ജുഷ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഞാൻ കരുതുന്നത് ഇത് 1-2 ആൾക്കാർക്കല്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടിരിക്കുന്ന ഒരു കണക്കനുസരിച്ചിട്ട് ഏകദേശം 1500, അത് ഇതിനേക്കാൾ വളരെ മുകളിലേക്ക് പോകും എന്ന് മന്ത്രി തന്നെ പറയുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ട്. അപ്പൊ അത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര മുകളിലേക്ക് പോകും? അത് കാണിക്കുന്ന സ്വഭാവം എന്താണ്? ഈ 1500 എന്ന് പറയുന്നത് പോലും കാണിക്കുന്ന സ്വഭാവം ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു തട്ടിപ്പാണ് എന്നാണ്. അതല്ലാതെ 1-2 ആൾക്കാർ എവിടെയെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് സിസ്റ്റത്തിൽ കണ്ടുപിടിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ C&AG ഓഡിറ്റിന്റെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ഇത് പറഞ്ഞതിന് ശേഷവും അതിനെ കർബ് ചെയ്യുന്ന രീതിയിലേക്കുള്ള നടപടികൾ ഇവിടെ ഉണ്ടായിട്ടില്ല എങ്കിൽ പിന്നീട് ഇത്തരത്തിലുള്ള പെൻഷനുകൾ തുടർച്ചയായിട്ട് നൽകപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇത് ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും രീതിയിലേക്കുള്ള സ്വാധീന ശക്തി ഉണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ അത് പൊളിറ്റിക്കൽ ആകാം. അതല്ലാതെ കേവലം ഒരു ഉദ്യോഗസ്ഥൻ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസറെയും സ്വാധീനിച്ച്, വെരിഫയിങ് ഓഫീസറെയും സ്വാധീനിച്ച്, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെയും സ്വാധീനിച്ച്, സെക്രട്ടറിയെയും സ്വാധീനിച്ച് ഇത് കിട്ടുക എന്നൊക്കെ പറയുന്നത് സംഭവ്യമായിട്ടുള്ള കാര്യമല്ല. എങ്കിൽ പിന്നെ പറ്റുന്ന എന്താണ്? രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളുടെ പുറകിൽ ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണി ഏതെങ്കിലും ഉദ്യോഗസ്ഥരിൽ ചെലുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ നിർബന്ധിതരായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. അപ്പൊ അതിന്റെ ക്ലാസിക് എക്സാമ്പിൾ പോലും ഈ C&AG റിപ്പോർട്ടിലുണ്ട്. അതായത് തൃശ്ശൂർ ഭാഗത്തുള്ള 2 ആൾക്കാർ അവർ ഇതേപോലെ തന്നെ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നു. ഈ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടുന്നില്ല, കാരണം അവർക്ക് മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥയുണ്ട്. അപ്പോൾ ഇവർ അപ്പലേറ്റ് അതോറിറ്റി ആയിട്ടുള്ള അർബൻ അഫയേഴ്സ് റീജിയണൽ ഡയറക്ടർക്ക് ഒരു അപ്പീൽ കൊടുക്കുന്നു. ഈ അർബൻ അഫയേഴ്സ് റീജിയണൽ ഡയറക്ടറും ഇത് പരിശോധിക്കുമ്പോൾ ഇവർക്ക് നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ട് എന്ന് കണ്ടിട്ട് ഇവർക്ക് പെൻഷൻ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അത് റിജക്ട് ചെയ്യുന്നു. അവർ ചെയ്തിരിക്കുന്നത് എന്താണ്? പുതിയ ആപ്ലിക്കേഷൻ ഫോമിൽ പുതുതായിട്ടുള്ള അപേക്ഷ നൽകിയിരിക്കുന്ന സമയത്ത് നേരത്തെ ഇത് നിരസിച്ചിരുന്ന ആൾക്കാരൊക്കെ തന്നെ അത് അപ്രൂവ് ചെയ്യുന്നു. വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അപ്രൂവ് ചെയ്യുന്നു. അവസാനം തൃശ്ശൂരിലെ കോർപ്പറേഷൻ സെക്രട്ടറി ഈ പെൻഷൻ ഡിജിറ്റൽ സിഗ്നേച്ചർ ഒപ്പുവെക്കുന്നതോടുകൂടി ഈ 2 പേർക്കും പെൻഷൻ കിട്ടുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുക? നേരത്തെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരിൽ കൂടി തന്നെയാണ് ഇത് കടന്നു പോയിരിക്കുന്നത് എങ്കിൽ ഈ ഗ്രൗണ്ടിൽ പോയിട്ട് ഇത് വെരിഫൈ ചെയ്യുന്നതല്ലേ? ഇവരുടെ വീടും മറ്റു കാര്യങ്ങളും ഇവരുടെ സാമ്പത്തിക ചുറ്റുപാടൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പോകുന്ന ആൾക്കാരില്ലേ? അപ്പൊ അവിടെ പോയിട്ടുള്ള ആൾക്കാരോ
അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളോ നേരത്തെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് കൊടുക്കാൻ കഴിയില്ലായിരുന്നു. ഒന്നുകിൽ നിങ്ങൾ മിണ്ടണ്ട, ഒപ്പിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ പുതിയ വെരിഫിക്കേഷൻ ഓഫീസർമാരെ ഉപയോഗിച്ചതിന് ശേഷം ഇത് ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു തട്ടിപ്പാണ്. അല്ലാതെ നമ്മൾ ഈ ലളിതമായിട്ട് പറയുന്നത് പോലെ ഏതോ ഉദ്യോഗസ്ഥന്മാർ എവിടെ നിന്നോ ഇത് ശരിയാണ്, ഇത് ആസൂത്രിതമായ ഒരു തട്ടിപ്പ് തന്നെയാണ്. അതിന്റെ ഗൗരവത്തോടു കൂടി സർക്കാർ കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ പ്രസിഡന്റായ ശ്രീ സിബി മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്.